കോടികളുടെ ബിസിനസ് നടക്കുന്ന സിനിമാ മേഖലയാണ് കോളിവുഡ്. തമിഴ് സിനിമകളുടെ പ്രൊഡക്ഷൻ ചെലവ് മോളിവുഡിനേക്കാൾ വളരെ കൂടുതലാണ്. താരങ്ങളുടെ പ്രതിഫലം അമ്പരിപ്പിക്കുന്നതുമാണ്. തമിഴിലെ സൂപ്പർ സ്റ്റാറുകൾ നിലവിൽ വാങ്ങുന്ന പ്രതിഫലമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നടൻ വിജയാണ് പ്രതിഫലത്തിന് മുന്നിൽ. 200 കോടിക്ക് മുകളിലാണ് വിജയ് വാങ്ങുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ജനനായകൻ എന്ന സിനിമയ്ക്ക് 275 കോടി രൂപയാണ് വിജയ് വാങ്ങിയത്. 270 കോടി രൂപ വാങ്ങുന്ന രജനികാന്താണ് തൊറ്റു പിന്നിൽ. 100 മുതൽ 150 കോടിക്കിടെയാണ് കമലഹാസന്റെ ശമ്പളം. കൽക്കി 28 AD എന്ന സിനിമയിൽ 20 ദിവസത്തെ ഷൂട്ടിങ്ങിന് 150 രൂപയാണ് കമൽഹാസൻ വാങ്ങിയത്. 105 മുതൽ 120 കോടി രൂപയാണ് അജിത്ത് വാങ്ങുന്ന പ്രതിഫലം. എന്നാൽ അജിത്തിനെ വെച്ച് സിനിമ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് തമിഴ് ഫിലിം ജേർണലിസ്റ്റുകൾ പറയുന്നു. അജിത്തിന്റെ അടുത്ത സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മാതാവും മുന്നോട്ട് വന്നില്ല. അതാണ് സത്യം. കാരണം 185 കോടി രൂപയാണ് അവർ ചോദിക്കുന്ന പ്രതിഫലം. ആദിക് രവിചന്ദ്രൻ പറഞ്ഞ കഥയില് മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 25 കോടി രൂപ ശമ്പളം വേണ്ടിവരും. 280 കോടിയാണ് ആകെ ബഡ്ജറ്റാകുക. എന്നാൽ അത്രയും ബിസിനസ് അജിത്തിലൂടെ നിർമ്മാതാക്കൾ ലഭിക്കില്ല. ഇതിനാൽ എല്ലാ പ്രൊഡക്ഷൻ കമ്പനിയും പിന്മാറുന്നു. പ്രൊഡ്യൂസറെ കിട്ടാത്ത സാഹചര്യമാണിപ്പോൾ. തന്റെ റേസിംഗിന്റെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുന്നു. അത് ഫീച്ചറിൽ ഫിലിമാക്കാനുള്ള മാറ്റാനുള്ള ശ്രമവും നടക്കുന്നതായി പറയുന്നു. അജിത്ത് എത്ര വലിയ നടനാണ്. അജിത്തിന്റെ ബില്യന് മുകളിൽ പ്രൊഡ്യൂസർമാർ ക്യൂ നിൽക്കേണ്ടതാണ്. എന്നാൽ അജിത്തിന്റെ മാനേജർ ഓരോ കമ്പനിയുടെയും കതക് തട്ടി "സാറുള്ള കോൾ ഷീറ്റ് ഫ്രീ ആണ്. നിങ്ങൾ അദ്ദേഹത്തെ വെച്ച് സിനിമയെടുക്കൂ" എന്ന് പറയുന്ന സാഹചര്യമാണിപ്പോൾ. കാരണം അജിത്ത് ആവശ്യപ്പെടുന്ന ഉയർന്ന പ്രതിഫലമാണെന്ന് പറയുന്നു. എന്നാൽ അജിത്തും വിജയുമെല്ലാം ഇതെന്ത് ഭാവിച്ചാണ് നിർമ്മാതാക്കളുടെ ആശങ്ക. ഈ താരങ്ങളെ വെച്ച് സിനിമയെടുക്കുമ്പോൾ ആകെ നിർമ്മാണച്ചെലവിന്റെ ഭൂരിഭാഗവും പോകുന്നത് താരങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. വലിയ താരങ്ങൾക്കായി മാറ്റിയ സിനിമാ മേഖലയോട് യാതൊരു പ്രതിബന്ധവും ഇവർ കാണിക്കുന്നില്ലെന്ന് വാദമുണ്ട്. തെലുങ്കിലും കന്നഡയിലും ബോളിവുഡിലുമെല്ലാം താരങ്ങളുടെ വലിയ പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിലും അവർ ഇൻഡസ്ട്രിക്കും ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധ നേടിക്കൊടുത്ത സിനിമകളാണ് ഇവർ എടുക്കുന്നത്.